രസമുണ്ട് സ്ഥലം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സംഭവം നമ്മുടെ ശാലൂസിനൊന്നും കയറാൻ പറ്റില്ല. ഇവിടെ ശാലൂസിനെ കൊണ്ടുവരും ഞാൻ. ഇപ്പോഴല്ല, നമ്മുടെ കുഞ്ഞുവാവയൊക്കെ പുറത്ത് വന്ന് കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞ് അവിടേക്ക് കയറിപ്പോണം. ഈ വഴിയൊക്കെ ഇത് ഇപ്പം വെട്ടിയിട്ടുള്ള കേട്ടോ. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വെട്ടിയിട്ടുള്ളതാണ്. ഇവിടെ അതിന് ഉപ്പാടാ ചേട്ടാ എങ്ങനെ വിളക്ക് വയ്ക്കാൻ കയറണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നോക്കിയേ, പക്ഷെ നല്ല അന്തരീക്ഷം കേട്ടോ. തൃക്കാർത്തേക്ക് ഭഗവതിക്കുന്നിൽ ദീപം തെളിഞ്ഞപ്പോൾ എന്തൊരു ഐശ്വര്യമാണെന്നറിയൂ. കാരണം കാണാൻ തന്നെ നല്ലൊരു ഐശ്വര്യമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു സെറ്റപ്പ് മനസ്സിലായി കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വന്നിരിക്കണത് ഒരു സ്ഥലത്തേക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃക്കാർത്തികയാണ്. അപ്പോൾ തൃക്കാർത്തികയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞോടെ. അപ്പോൾ നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ളത് ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേരാണ് ഭഗവതിക്കുന്ന്. അപ്പോൾ ആ ഭഗവതിക്കുന്നിലേക്കാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മുടെ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയാനകമായൊരു അന്തരീക്ഷമാണ്. വഴിയൊന്നും ഇല്ല. വഴിയൊക്കെ ഇതിപ്പോൾ ഇവിടുത്തെ ഒരു വിളക്ക് വയ്ക്കുന്ന ഒരു ശാന്തിയുണ്ട്. ആ ശാന്തിയാണ് ഇവിടെയൊക്കെ വെട്ടി വെടപ്പാക്കിയിട്ടുള്ളത്. ഇവിടെ ഭയങ്കര പേടി. ഇവിടെ തന്നെ ഒരു സംഭവമാണ് കേട്ടോ. ഒറ്റയ്ക്കായിപ്പോൾ എനിക്കൊരു പേടി. ഞാൻ ഒറ്റയ്ക്കാണ് വന്നേക്കണേ. പറഞ്ഞു കേട്ടിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ. മുകളിലേക്ക് കയറി നോക്കി നോക്കാം. ഞാൻ കാണിച്ചു തരട്ടെ ഈ സൈഡുകളൊക്കെ. ഇവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ വഴിയൊന്നും ഇല്ല. വഴി ചെറിയൊരു സംഭവമുള്ളൂ. അപ്പോൾ ഇവിടേക്ക് അങ്ങനെ അധികം പേരാണ് കയറാറില്ല. ഇപ്പോൾ കുറേശ്ശെ ആൾക്കാരൊക്കെ കയറി വന്നു തുടങ്ങി. കയറുള്ള വഴിയില്ലാത്ത കാരണമാണെന്ന് തോന്നണം. അപ്പോൾ ചേട്ടൻ തന്നെ ചേട്ടൻ്റെ കയ്യിലത്തെ കാശ് മുടക്കിയിട്ടാണ് ഇവിടെ ചെറുതായിട്ടൊക്കെ വഴിയൊക്കെ വെട്ടിയിട്ട് കയറുള്ള ചെറിയൊരു ഇത് ആളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ആളുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ടുണ്ട്. വേറെ ആൾക്കാരൊന്നും വാങ്ങിയിട്ടല്ല. അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ ഇതിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞേ. നമ്മൾ കയറി പോയിട്ടില്ല. കയറി പോയി നോക്കാട്ടോ. അപ്പോൾ ആളെന്നെയാണ് വിളക്കവിടെ വെക്കണത്. അതും വേറെ ആരെയൊന്നും കാശ് വാങ്ങാണ്ടാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തൃക്കാർത്തിയായി. ഇപ്പോൾ നമ്മളെല്ലാം അമ്പലങ്ങളിലേക്കും പോകണമല്ലേ. അപ്പോൾ ഈ ഭഗവതിക്കുന്നിൽ വന്ന് നമുക്ക് ഭഗവതീനൊന്ന് തൊഴാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളിതുവരെ വന്നിട്ടില്ല, കേട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നോക്കിക്കോട്ടെ ആണെങ്കിൽ കണ്ടാ, ഇവിടെ എന്താ സംഭവം എന്നറിയില്ല. നമുക്ക് പോയി നോക്കാം. എല്ലാ ആനയെ പുലിയനെ കാണാം അവിടെ. ഓ മുള്ളിക്കാണ് കേട്ടോ പോണേ. വേണ്ട, അവിടേക്ക് കയറിപ്പോണം. ഈ വഴിയൊക്കെ ഇത് ഇപ്പം വെട്ടിയിട്ടുള്ള കേട്ടോ. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വെട്ടിയിട്ടുള്ളതാണ്. ഇവിടെ അതിന് ഉപ്പാടാ ചേട്ടാ എങ്ങനെ വിളക്ക് വയ്ക്കാൻ കയറണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നോക്കിയേ, പക്ഷെ നല്ല അന്തരീക്ഷം കേട്ടോ. ഓക്കെ, അടിപൊളി സ്ഥലമാണ്. എന്തായാലും നമുക്ക് കയറി നോക്കാം. സ്വാമി ശരണമയ്യപ്പ, അമ്മേ ഭഗവതി. എന്താ കയറാൻ വേണ്ടി കയറ് വരെ ഇട്ടുണ്ട് കേട്ടോ, പിടിച്ച് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് വഴി ഇത്തിരി വീതി കൂടി വന്നേക്കണത്. ചവിട്ടൊക്കെ വെട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതൊന്നും ഉപ്പാടെ എങ്ങനെ കയറിയെന്ന് അറിയില്ല. നമുക്ക് അവിടെ എത്തുമ്പോൾ ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കട്ടാ. അയ്യോ, സംഭവം ഇവിടെ നല്ല വിശ്വാസമുള്ളതാണ്. പക്ഷെ കയറാൻ പറ്റാത്ത കാരണമാണ് അധികം പേര് കയറാത്ത. അപ്പം ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെ ഞങ്ങൾ ഈ മുകളിലെത്തിൻ്റെ കയറി വന്ന വഴിയാട്ടത്. എടാ കയറി നിന്നിട്ട് അത് കയറാൻ വേണ്ടിയിട്ടുള്ള ഇത് കയറി വന്നിട്ടുള്ള വഴിയാണ്. ഫോറസ്റ്റ് ഏരിയ എന്നുണ്ട് കേട്ടോ. ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ചോദിക്കാം. പക്ഷെ രസമുണ്ട് സ്ഥലം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സംഭവം നമ്മുടെ ശാലൂസിനൊന്നും കയറാൻ പറ്റില്ല. ഇവിടെ ശാലൂസിനെ കൊണ്ടുവരും ഞാൻ. ഇപ്പോഴല്ല, നമ്മുടെ കുഞ്ഞുവാവയൊക്കെ പുറത്ത് വന്ന് കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം കൊണ്ടുവരാം. അത് രസമായിട്ട് സ്ഥലം.
ഈശ്വര, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവും. ഇവിടെ അവസാനിച്ചാ ഇവിടെ നിന്ന് പോയി നോക്കോട്ടെ, പോയി നോക്കി നോക്കാം. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറുന്നുണ്ട്, ഒരാളെയും കാണാനില്ല. ഈശ്വര, അമ്മേ. ഇവിടെ ആരും കാണാനില്ലല്ലോ ഈശ്വര, ഞങ്ങളുടെ ഇറങ്ങിപ്പോണ്ടേ. അയ്യോ, ഇതാണ് സംഭവം. പക്ഷെ ഇവിടെ എവിടെയാണ്? അവിടെ വരെ വെട്ടിയുണ്ട് സംഭവം. എന്നോട് വഴിയൊക്കെ റെഡിയാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കാണാനില്ല. ആ നടന്ന വഴി കാണാണ്ട്. ഇവിടെ നടന്ന വഴി വെച്ച് പിടിച്ചോക്കാട്ടാ. ഉണ്ടായത് നടന്ന വഴിയാ, നടന്ന് സെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ നോക്കി നോക്കാട്ടാ. എന്തായാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടാ സംഭവം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകാൻ ജാതി രസമായിരിക്കും, അതും ഒറ്റയ്ക്ക്. അടിപൊളി. ഈ അവിടെ നിൽക്കുന്നുണ്ട്. സൗണ്ട് കേൾക്കാണ്ട് അവരോടെ ഉണ്ട് കേട്ടാ. ഒമ്മൂ, അയ്യോ. അങ്ങനെ നമ്മൾ മലമുകളിൽ എത്തിനിട്ടാ. ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് ഞാൻ എത്തിട്ടാ. അതെ, സ്റ്റാർട്ടിങ്ങിന് ഞാൻ ഒന്ന് പേടിച്ചു. സ്റ്റാർട്ടിങ് കയറുമ്പോഴേ ഒന്ന് പേടിച്ചു. അവിടെ സംഭവം കണ്ടപ്പോൾ എനിക്ക് ഇനി ഇവിടെ ഒക്കെ കയറി വരാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ലോ, വഴി കാണാനില്ലോ. ഇവിടേക്കാണ് നമ്മൾ വന്നേട്ടാ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ അടി പൊരിഞ്ഞു. വേണം ആ ചേട്ടൻ വിളക്ക് വയ്ക്കുന്നുണ്ട് അവിടെ. മറ്റേ ഇനി വിശേഷങ്ങളൊക്കെ നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം. അങ്ങനെ ഭഗവതി കുന്നിലെത്തിയിട്ടാ. അപ്പോൾ ഈ ചിരാതിൽ എണ്ണ ഒഴിക്കണ ആ വ്യക്തിയാണ് ഇവിടെ വിളക്ക് വെക്കണ കേട്ടാ. അപ്പോൾ ആ വിളക്ക് ഇന്ന് തൃക്കാർത്തിയായ കാരണം കുറേ ചിരാതുകൾ ഇവിടെ കത്തിക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ നല്ല കാറ്റുണ്ട്, മഴ ചെറുതായി തൂളുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, നമുക്ക് ആളോട് കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പം ഇത്തിരി തിരക്കിലാണ് ആൾ കേട്ടാ. അങ്ങനെ വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് ഞാനും സഹായിച്ചു. അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ ദേവിയുടെ നടക്കെ വിളക്കൊക്കെ വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ശാന്തി അവിടെ പൂജാകർമ്മങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അപ്പോൾ നെയ്തിയൊക്കെ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുകയാണ്. കർമ്മം കഴിഞ്ഞിട്ട് ഇനി വിളക്ക് കത്തിക്കാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ.
അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ദീപം തെളിയിച്ചു. ദീപം തെളിയിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടാസ്ക്കായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റ് കുന്നിൻ്റെ മുകളിലായാണ്. പിന്നെ ഇളം മഴ ഉണ്ടായിരുന്നു. മഴയൊന്നും വിഷയമായില്ല, പക്ഷെ കാറ്റ് ഭയങ്കര കാറ്റായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങളെല്ലാവരും കൂടി തെളിയിച്ചു. ഒരെണ്ണം തെളിയിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് തെളിയിക്കാൻ പറ്റി. പക്ഷെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാറ്റുള്ള കാരണം, എന്നാലും കുഴപ്പമില്ല. പക്ഷെ അടിപൊളിയായിട്ട് ദീപങ്ങളൊക്കെ കത്തിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ഐശ്വര്യം ഉണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഈ സ്ഥലത്തേക്ക് വരണം. നമ്മൾ അവസാനം ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിലൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ആ സ്ഥലമാണ്. പക്ഷേ വഴികളൊക്കെ കുറവാണ്, കാരണം കയറി വരാനുള്ളത്. പെട്ടെന്ന് പേടിക്കും നമ്മൾ ഈ അമ്പലത്തിൻ്റെ മുകളിലേക്ക് കയറി വരുമ്പോൾ. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഞാനിത് അവസാനം പറയേണ്ടത് എവിടേക്കാണ് വരേണ്ടതെന്ന്. അപ്പോൾ അവസാനം പറഞ്ഞു തരാം. പക്ഷെ നല്ലൊരു ഐശ്വര്യമുള്ളൊരു സ്ഥലമാണ്. എല്ലാവരും വരിക, തൊഴുക. വേറെ ഒന്നുമില്ല അവിടെ സംഭവങ്ങൾ. വേറെ പൈസയുടെ ഇടപാട് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. എല്ലാവരും തൊഴാൻ വരിക, ദേവിയുടെ അനുഗ്രഹം വാങ്ങുക, പോവുക. ഇതാണ് അവിടെ ചെയ്യാനുള്ളത്. ഇതൊക്കെ ഞാൻ പറഞ്ഞ ശാന്തിയില്ല, ശാന്തി ചെയ്യണം. ശാന്തിയുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടോ, വേറെ ആരും കാശ് കൊടുത്തിട്ട് ചെയ്യണമല്ല അത്. അപ്പോൾ പിന്നെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ തൊഴാൻ പോയി. ഇത് കേട്ടപ്പോൾ തൊഴാൻ പോയപ്പോൾ നമ്മൾ ഇത്ര നല്ല സ്ഥലമാണെന്ന് വിചാരിച്ചില്ല. അപ്പോൾ വഴിയും കാര്യങ്ങളൊന്നും ഇല്ല, ശ്രദ്ധിച്ച് വേണം കയറണമെങ്കിൽ. പക്ഷേ കാലക്രമേണ അവിടെ വഴിയും വരും, കുറേ ഭക്തർ വരുമെന്ന് എനിക്ക് ഏകദേശം ഉറപ്പുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുമാതിരി പോണ ആൾക്കാർക്കൊക്കെ ഇഷ്ടമാവും. ഇവിടേക്ക് വരാനുള്ള വഴി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തൃശ്ശൂർ മണ്ണത്ത് കൂടി വരാണെങ്കിൽ മുടിക്കോട് വരാം. മുടിക്കോട് മുസ്ലിം പള്ളി ഉണ്ട്. മുസ്ലിം പള്ളിയിൽ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയുക. ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ചാത്തക്കുളം വന്നിട്ട് താളിക്കോട് വഴി, താളിക്കോട് വന്നിട്ട് താളിക്കോട് പുളിഞ്ചോട് അവിടെ വന്ന് മുട്ടും. ഒരു കനാലുണ്ട്. ആ കനാലിൻ്റെ അവിടെ വന്നിട്ട് അവിടെ ഒരു കോളേജ് ഉണ്ട്, പഴയൊരു കോളേജാണ്. ആ കോളേജിൻ്റെ സൈഡ് വഴി പിടിച്ച് കഴിഞ്ഞാൽ ആ മതിലിനോട് സൈഡ് വഴി പിടിക്കുക. അവരുടെ മതിൽ അവസാനിക്കുന്നിടത്ത് നിന്നിട്ട് പിന്നെ ലെഫ്റ്റിലേക്ക് കയറുക. ആ കുന്നത്തേക്കാണ് കയറാനുള്ളത് കേട്ടോ. വേറെ വഴി ഒന്നും തെറ്റില്ല. ആ കോളേജിൻ്റെ മതിൽ കഴിയണു, പിന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് ആ കുന്ന് കയറി പോകണം. ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇത് ശ്രദ്ധിച്ച് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ എത്തും. മുടിക്കോട് നിന്ന് ചാത്തക്കുളത്ത് നിന്ന് താളിക്കോട് പുളിഞ്ചോട് കേട്ടോ. അവിടെ വന്നിട്ട് ഒരു കനാൽമ കയറി നിൽക്കും. അപ്പോൾ അവിടെ കോളേജും കാണാം അതിന് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ വഴി തെറ്റാണ്ട് കറക്റ്റായിട്ട് എത്താം. ദേവിയുടെ അനുഗ്രഹം വന്ന് വാങ്ങാം. അടിപൊളി സ്ഥലമാണ് കേട്ടോ, വന്ന് കാണാനും അടിപൊളി സ്ഥലമാണ്. പിന്നെ ഈ ഭഗവതിക്കുന്നിൻ്റെ വിശദ വിവരങ്ങളായിട്ട് വേറൊരു വീഡിയോ വരും കേട്ടോ എന്തായാലും, കാരണം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വിശദ വിവരമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.